ടീമിനെ ബാധിക്കുമെന്ന് തോന്നിയാൽ സ്വന്തം കൂടപ്പറപ്പാണെങ്കിലും ജനിപ്പിച്ച തന്തയാണെങ്കിലും മോഹിച്ച പെണ്ണാണെങ്കിലും തട്ടിക്കളയും. ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ചർച്ചാ വിഷയമാകുന്നത്. ചർച്ചാ വിഷയമാക്കപ്പെടേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണിത്. ഇതെന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് സീസൺ 6 ഇപ്പോഴത്തെ ഒരു കണ്ടസ്റ്റന്റ് ജിൻഡോ ആ വീട്ടില് ലൈവില് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. ഈ ഒരു കാര്യം എല്ലാവരും ഏറ്റെടുത്ത് അതിൽ ചർച്ച ചെയ്യപ്പെടുന്നതിന് റീസൺസും ഉണ്ട്. കാരണം ജിൻഡോയുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് വളരെയധികം ബോറടിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. കഴിഞ്ഞ 2 ആഴ്ചകളില് ഇപ്പൊ 2 ആഴ്ചത്തെ ബിഗ് ബോസിലെ ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് വീക്കില് ജിൻഡോയുടെ ഭാഗത്തു നിന്ന് കുറെ ലാംഗ്വേജ് ഇഷ്യൂസും വാക്കുകൾ പറയുന്നത് സൂക്ഷിച്ച് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതും പലരോടും പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് പറയുക എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വാർണിംഗ് കൊടുക്കുകയും ജിൻഡോയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതിന്റെ ഫലമായിട്ട് സെക്കൻഡ് വീക്കില് ജിൻഡോ മറ്റൊരാളായി മാറുക തന്നെയായിരുന്നു. സെക്കൻഡ് വീക്കിൽ ജിൻഡോയുടെ ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിച്ചു കൊടുത്ത ഒരു കാര്യമാണ്. അക്സെപ്റ്റൻസ് നല്ല രീതിയിൽ ജിൻഡോയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകരുടെ ഇടയിലാണ് അല്ലെങ്കിൽ ഹൗസ് മേറ്റ്സിന്റെ ഇടയിലാണെങ്കിലും അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ബിഗ് ബോസും ലാലേട്ടനും അടക്കം ആ ഒരു കാര്യം എടുത്തു പറഞ്ഞ് അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വീണ്ടും 3-ാമത്തെ ആഴ്ചയായപ്പോൾ പവർ ടീമിൽ കയറിയതിനു ശേഷം അധികാരം കയ്യിൽ വന്നതിന് ശേഷം ജിൻഡോയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം വല്ലാത്ത രീതിയിലുള്ള മാറ്റം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ബിഗ് ബോസിന്റെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണിത്. ബിഗ് ബോസ് ഹൗസിലെ ഹൗസ് മേറ്റ്സ് ഒന്നാകെ ജിൻഡോയെ പറ്റിയിട്ട് ജിൻഡോയ്ക്കെതിരെ നിന്നുകൊണ്ടിട്ട് ബിഗ് ബോസിനോട് പ്രതികരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. എല്ലാവരും പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതിൽ കുറേയൊക്കെ സത്യാവസ്ഥകളുമുണ്ട്. ജിൻഡോ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പവർ ടീമിൽ വന്നതിന് ശേഷം ആ ഒരു വീട്ടിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ആ ഒരു ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരിലേക്കും തുല്യ രീതിയിൽ എത്തിക്കാനോ അല്ലെങ്കിൽ അത് ഫസ്റ്റ് തന്നെ ജിൻഡോയ്ക്ക് ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാനോ പറ്റിയിട്ടില്ല. അതെല്ലാം തന്നെ ജിൻഡോ തന്നെ ബ്രേക്ക് ചെയ്യുകയാണ് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ജിൻഡോ സംസാരിക്കുമ്പോൾ ഒരാളും അവിടെ മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് അതൊരു റൂളായി കൊണ്ടുവന്നപ്പോൾ അത് ഗെയിമിന്റെ പാർട്ടായിട്ട് ഓക്കെ. പക്ഷെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും അങ്ങനത്തെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് നിന്നുകൊണ്ടിട്ടുള്ള ഒരു പ്രിൻസിപ്പളിന്റെ രീതിയാണ് ജിൻഡോ അവിടെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ആരും ഇന്ററപ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിർബന്ധിത ബുദ്ധി ജിൻഡോയ്ക്ക് അവിടെ ഉണ്ടായിരുന്നു. അത് കൃത്യമായി എവിഡന്റ് ആയിട്ട് കാണാനും പറ്റുന്നുണ്ട്. പിന്നെ വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും ഒരാവശ്യമില്ലാതെ ജിൻഡോ കയറി ഇടപെടും. എന്നിട്ട് ജിൻഡോ അത് ഒരു ഭയങ്കരമായ ഒരു വിഷയമാക്കി മാറ്റുകയും പിന്നീട് അത് ഒന്നുമല്ലാത്ത രീതിയിൽ ഒത്തുതീർപ്പാക്കുകയും ചെയ്യും. സ്ക്രീൻ സ്പേസിന് വേണ്ടിയോ കണ്ടന്റിന് വേണ്ടിയോ എന്തൊക്കെയോ പ്രഹസനങ്ങൾ കാണിച്ചു കൂട്ടുന്നത് പോലെ തന്നെ. ജിൻഡോ ആ വീട്ടിൽ ഉറങ്ങാൻ പാടില്ല, ഉറങ്ങുന്നവർക്കുള്ള ശിക്ഷ ഇതാണ് എന്ന് പറഞ്ഞ പവർ ടീം അംഗമായ ജിൻഡോ ഉറങ്ങുകയും അതിനെ പറ്റിയിട്ട് ഇതുവരെ സമ്മതിക്കുകയോ അതിൽ വലിയൊരു ആർഗ്യുമെന്റ് ഞാനത് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ കള്ളം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ജിൻഡോയെ പറ്റിയിട്ട് ആ വീട്ടിലെ ആളുകൾ പറയുമ്പോൾ തന്നെ ഏറ്റവും മുമ്പിട്ട് നിന്ന് പറയുന്ന ഒരു കാര്യവും ഈ കള്ളം പറയുന്ന ഒരു കാരണമാണ്. എല്ലാത്തിലും എന്തിലും ഏതിലും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യസന്ധമായ ഒരു കാര്യങ്ങളും പറയുന്നില്ല. എല്ലാ കാര്യങ്ങളെയും വളച്ചൊടിക്കാനും മാനിപ്പുലേറ്റ് ചെയ്യാനും നോക്കുകയാണ് ജിൻഡോ എന്നുള്ളതാണ് എല്ലാവരും ഒരേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതുപോലെ പവർ ടീം ആ വീട്ടിൽ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ ആദ്യം തന്നെ കൊണ്ടുവന്നിരുന്ന ഒരു കാര്യമാണ് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇതിലുണ്ടായിരുന്ന ഒരു മെയിൻ പോയിന്റ് ആയിരുന്നു 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ ആ വീട്ടിൽ ലൈറ്റ്സ് ഓഫ് ആവുന്നതിന് ശേഷം ആരും പുറത്തു പോകാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ ഈ റൂള് വന്നതിന്റെ അന്ന് തന്നെ ജിൻഡോയ്ക്ക് സിഗരറ്റ് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജിൻഡോ 3-4 തവണ പുറത്തു പോവുകയും അത് ആളുകൾ ക്വസ്റ്റ്യൻ ചെയ്ത ഒരു സമയത്ത് തൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം ആ ഒരു കാര്യം ആ ഒരു റൂള് തന്നെ വേണ്ടെന്ന് വെക്കുകയും ചെയ്ത ആളാണ് ജിൻഡോ. അതിൽ തന്നെ നിലപാടില്ലായ്മ കൃത്യമായി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അവസരങ്ങൾക്കനുസരിച്ച് എല്ലാം മാറ്റിമറിക്കാൻ ജിൻഡോ ശ്രമിക്കുന്നുണ്ട്. അത് എവിഡന്റ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അതുപോലെ മുഖത്ത് നോക്കി കള്ളം പറയൽ, തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കൽ, പറയുന്ന കാര്യങ്ങളിലെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റൊരു രീതിയിലാക്കി ഹൗസ് മേറ്റ്സിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കൽ എന്നതടക്കം ആ വീട്ടിൽ വലിയ രീതിയിലുള്ള ഒരു അലിഗേഷൻസ് ആണ് ജിൻഡോയുടെ മേലെ എല്ലാവരും പറയുന്നുള്ളത്. അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി മാത്രം ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ ഊതി വീർപ്പിച്ച് വലുതാക്കി പിന്നെ അത് ഒന്നുമല്ലാത്ത പോലെ ആക്കി തീർക്കുന്ന പോലെയാണ് ഹൗസ് മേറ്റ്സിനും പ്രേക്ഷകർക്കും ഒരേപോലെ തോന്നുന്നത്. ഇന്നലത്തെ എപ്പിസോഡിലാണെങ്കിലും ഇന്നത്തെ ആ ഒരു ലൈവിലാണെങ്കിൽ പോലും നോറ റിപ്പീറ്റഡ്ലി പറഞ്ഞൊരു കാര്യമാണ്, ഫേക്ക് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ജിൻഡോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അറ്റ് എ ടൈം 2-3 ക്യാരക്ടർ ആയിട്ടാണ് ജിൻഡോ മാറിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് അന്യനെ പോലെ
അംബിയെ പോലെ റെമോയെ പോലെ എന്ന് പറഞ്ഞിട്ട് നോറ അതിനൊരു എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു 3 ക്യാരക്ടേഴ്സ് അറ്റ് എ ടൈം കാണിച്ചുകൊണ്ട് ഒരു ഫേക്ക് പേഴ്സണാലിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ജിൻഡോ എന്നാണ് പറയുന്നത്. എല്ലാവരുടെയും മുന്നിൽ മറ്റൊരാളെ താഴ്ത്തിക്കെട്ടി സ്വയം വലുതാവാൻ നോക്കുന്നത് പോലെയാണ് ജിൻഡോ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്ന നിയമം അതേ കാരണത്താൽ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ബ്രേക്ക് ചെയ്ത് അവിടെ ഒരു മാതൃക അല്ലാതാവുകയാണ് ജിൻഡോ. പക്ഷെ ആ ഒരു പവർ ടീം എന്ന് പറയുന്ന ഒരു ഇതെടുക്കുമ്പോൾ രശ്മിനും ജിൻഡോയും ചേരുന്ന ആ ഒരു ടീമില് രശ്മിൻ ചെയ്ത അത്രയും കാര്യങ്ങൾ ജിൻഡോ ഒരാൾ കാരണം ഇല്ലാതായി പോകുന്നതിലുള്ള വിഷമം കൂടി രശ്മിൻ അവിടെ പ്രകടിപ്പിക്കുകയുണ്ടായി. സ്വന്തമായി കുഴി തോണ്ടി പ്രേക്ഷകരിലേക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു അക്സെപ്റ്റൻസ് ഇല്ലാതാക്കാനായിട്ട് ജിൻഡോ വല്ലാതെ ശ്രമിക്കുന്നുണ്ട്. ജിൻഡോയുടെ ഗെയിം ആണെന്ന് തന്നെ ഇരുന്നാലും ഇതൊന്നും അത്രയ്ക്ക് എല്ലാവരിലേക്കും എത്താൻ പോകുന്നില്ല എന്ന് വേണം കരുതാൻ.